ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ എത്രയും സ്നേഹിക്കുന്ന ദൈവമക്കളെ, ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ദൈവമേ, എൻ്റെ ബുദ്ധിയിൽ പോലും ഞാൻ വിചാരിക്കാത്ത അത്ഭുത കാര്യങ്ങൾ എനിക്കായി പ്രവർത്തിച്ച എൻ്റെ ജീവനുള്ള ദൈവമേ, എൻ്റെ ആയുസ് മുഴുവനും നിന്നോടുള്ള നന്ദിയിലും നിന്നോടുള്ള സ്നേഹത്തിലും നിന്നോടുള്ള കടപ്പാടിലും ഞാൻ ജീവിക്കുമെന്ന് ജീവനുള്ള ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ഓരോ പാട്ടുകാരൻ പാടും, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദനിക്കാൻ 100 കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ 10,000 കാര്യങ്ങൾ. ഞാൻ ഓർക്കും, എല്ലാം നല്ലതെന്ന് ഓർക്കാനില്ല, ചിലപ്പോഴെല്ലാം ചിലതെങ്കിലും സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ദുഃഖിക്കാൻ 100 കാര്യം വന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ 1000 കാര്യങ്ങൾ ചെയ്തു തന്ന ജീവനുള്ള ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ജീവനുള്ള ദൈവം. ദൈവത്തിന് മഹത്വം. ഞാനൊരു കൊച്ചു വാക്യം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് 51 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യമാണ്. ദാവീദ് തകർന്ന ഹൃദയത്തോടുകൂടെ, ഏറെ അനുതാപത്തോടുകൂടെ, കുറ്റബോധത്തോടുകൂടെ ദൈവം മുൻപാകെ പറയുന്നത്, അതിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എ ബ്രോക്കൺ സ്പിരിറ്റ് ആൻഡ് എ കോൺട്രൈറ്റ് ഹാർട്ട്. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം, തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം പലതും കഴിഞ്ഞ കാലങ്ങളിലെ പെറുക്കിയെടുക്കുമ്പോൾ തകർന്ന ഹൃദയത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നുറുങ്ങിയ ഹൃദയത്തിൽ നിന്നാണ് പല മധുരത്തിന്റെ അനുഭവങ്ങൾ നാം ഇന്ന് അയവിറക്കുമ്പോൾ ഒരു കാലത്ത് നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ നടന്നതെല്ലാം നമുക്ക് പറയാനുണ്ടാകും. പക്ഷേ ഞാൻ ഇന്ന് ഈ വാക്യം പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് തകർന്നതും നുറുങ്ങിയതുമായൊരു ഹൃദയത്തെ ദൈവം നിരസിക്കില്ല, ഒരിക്കലും നിരസിക്കില്ല. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യം, വാസ്തവത്തിൽ എന്താണ് ബ്രോക്കൺ ഹാർട്ട്, ഒരു തകർന്ന മനസ്സെന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിൽ നമുക്കറിയാം, ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ, നമുക്ക് നേരിടാൻ അറിയാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കൊച്ചു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ട്, കട്ടിയില്ലാത്ത ഹൃദയങ്ങൾ തകർന്നു പോകും. നാം ഓർക്കും, നാം പെട്ടെന്ന് കരയുന്നവരുണ്ട്, പെട്ടെന്ന് മൗനമായി പോകുന്നവരുണ്ട്. ഒരു ദുഃഖം വരുമ്പോൾ പെട്ടെന്ന് മൗനമായി പോകുന്നവരുണ്ട്, പെട്ടെന്ന് തകർന്നു പോകുന്നവരുണ്ട്, ഉറക്കെ കരയുന്നവരുണ്ട്, മൗനമായിട്ട് കരയുന്നവരുണ്ട്, ഏങ്ങലടിക്കുന്നവരുണ്ട്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ വാസ്തവത്തിൽ എന്താണ് തകർന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ തകർന്ന ഹൃദയത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എന്താണ് തകർന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ? ദൈവം ആഗ്രഹിക്കുന്ന തകർന്ന ഹൃദയത്തിന്റെ യഥാർത്ഥമായിട്ടുള്ളൊരു മീനിങ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ബ്രോക്കൺ ഹാർട്ട്? ഒരു തകർന്ന ഹൃദയത്തിന്റെ അർത്ഥം എന്താണ്? അതായത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ആവശ്യങ്ങൾ വലിയതും, അത് തരണം ചെയ്യാൻ, അതിനെ നേരിടാൻ, അതിനെ പരിഹരിക്കാനുള്ള നമ്മുടെ ഇന്നബിലിറ്റി, അതായത് നമ്മുടെ ജീവിതത്തിലെ വലിയ ആവശ്യങ്ങളും പക്ഷേ അതിനെ പരിഹരിക്കാൻ കഴിയാത്ത നമ്മുടെ ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവില്ലായ്മയും കൂടെ ഒത്തുചേരുന്ന ആ സമയത്ത്, ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കാൻ ആരുമില്ലാതെ വരുന്ന സമയത്ത്, ജീവിതത്തിൽ വലിയ ആവശ്യങ്ങൾ, വലിയ സങ്കടങ്ങൾ, എന്നാൽ അത് പരിഹരിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ലാതിരിക്കെ ക്രിസ്തുവിന്റെ പാദത്തെ അള്ളിപ്പിടിക്കുന്ന അവസ്ഥയ്ക്കാണ് വാസ്തവത്തിൽ തകർന്ന ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു നിലയിൽ എത്തിക്കുക, അല്ലെങ്കിൽ കുടുംബത്തെ ഒരു നിലയിൽ എത്തിക്കുക, ഒരു കുടുംബത്തെ തകരാതെ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ ഒരു സ്ത്രീക്കുണ്ട്. ഒരു കുടുംബത്തിലെ വിളക്ക് അണഞ്ഞു പോകാതെ അത് കാക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ സ്ത്രീക്കുണ്ട്. ആ കുടുംബത്തിന്റെ വേലി കെട്ടി കാക്കുക, അല്ലെങ്കിൽ മക്കളെ ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ കുടുംബത്തിലുള്ള ഓരോരെയും ഉറപ്പിച്ച് നിർത്തുവാനും ദൈവാശ്രയത്തിൽ നിൽക്കുവാനും ഒരു സ്ത്രീയുടെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ നമുക്കറിയാം, അവിടെയെല്ലാം നമ്മുടെ ഇന്നബിലിറ്റി,
നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ പ്രാപ്തിക്കുറവ്, നമ്മെ കൊണ്ടത് ചെയ്യാൻ കഴിവില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവിനെ അള്ളിപ്പിടിക്കുന്നതാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീയുടെ തകർന്ന ഹൃദയം എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തകർന്നതും നുറുങ്ങിയുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തകർന്ന ഹൃദയം നമുക്കുണ്ടോ? എങ്ങനെയാണ് ഹൃദയം തകരുന്നത്? ഇപ്പോൾ ഉദാഹരണമായി ഹാഗാറിനെ കുറിച്ച് നാം ജീവനുള്ള ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അബ്രഹാം തന്റെ സമൃദ്ധിയുടെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും ഏതാനും അപ്പക്കഷ്ണങ്ങളും കൊടുത്ത് ഒരു മകനുമായി ഹാഗാറിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ, ഒരിക്കൽ ഹാഗാറിന് ആ ബർഷേബ മരുഭൂമിയിലേക്ക് ഈ കുട്ടിയുമായി ഈ അബ്രഹാം കൊടുത്ത ആഹാരവും തുരുത്തിയിലെ വെള്ളവുമായി പോകുമ്പോൾ ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ മകനെ ഉദരത്തിൽ പേറി സാറായിയുടെ പീഡനിമിത്തം, സാറായിയുടെ പോര് നിമിത്തം ഓടിപ്പോകുമ്പോൾ സൂര്യന്റെ അരികിലുള്ള ആ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ കണ്ട ഒരു ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് ആ മരുഭൂമിയിലേക്കാണ് വീണ്ടും ഹാഗാർ ഓടിപ്പോകുന്നത്. ഒരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ മരുഭൂമിയിൽ ആ ഉറവ് അങ്ങനെ ഒന്ന് കണ്ട, ദൈവം തന്നോട് സംസാരിച്ച, ദൈവം തൻ്റെ യാതനയുടെ സമയത്ത് തന്നെ കണ്ട ആ ഉറവ് അവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഹാഗാർ ചെന്നു. പക്ഷെ നാം കാണുന്നുണ്ട്, തുരുത്തിയിലെ വെള്ളം ചിലവായി, അപ്പവും തീർന്ന് ആ കുട്ടിയെ ഒരു കുറുങ്കാടിന്റെ തണലിൽ ഇട്ടുകൊണ്ട് ഹാഗാർ ഉറക്ക നിലവിളിക്കുമ്പോൾ അവിടെ ഒരു ഉറവയും കാണാനുണ്ടായിരുന്നില്ല. ആ തുരുത്തിയെ വീണ്ടും ഒന്ന് റീഫിൽ ചെയ്യുവാൻ, അതിനെ ഒന്ന് വീണ്ടും നിറച്ചെടുക്കുവാൻ ഒരു ഉറവയും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു സ്ത്രീയുടെ ആ നിലവിളി, അതാണ് തകർന്ന ഹൃദയം എന്ന് പറയുന്നത്. കാരണം അവളുടെ മുമ്പിൽ ഒരു കുഞ്ഞിനെ മരിക്കാതെ ആ കുഞ്ഞിനെ ജീവിക്കുന്നവനായി പിടിച്ചു നിർത്തുക എന്നുള്ളത് അവളുടെ ജീവിതത്തിന്റെ വലിയൊരു ആവശ്യമാണ്. പക്ഷെ ആ കുട്ടിയുടെ ദാഹം തീർക്കാനുള്ള, അവന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ആഹാരം കണ്ടെത്താനുള്ള മാർഗമോ അതിന് സഹായത്തിന് വേണ്ടി തേടാൻ ഒരു മുഖമോ ഇല്ലാത്ത ആ മരുഭൂമിയിൽ ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒന്ന് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അവൾ ഉറക്കെ നിലവിളിച്ചു. അവള് ആ ഏകാന്ത സ്ഥലത്തുകൊണ്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ നിലവിളിക്കുന്ന ഒരു ചിത്രമാണ്. ഞാൻ പറയും, അതാണ് തകർന്ന ഹൃദയം. ഈ സാഹചര്യത്തെ പിടിച്ചു നിൽക്കാനുള്ള യാതൊരു കച്ചിത്തുരുമ്പും, ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു ആശ്രയത്തിന്റെ കയറുകളും അല്ലെങ്കിൽ കുറ്റികളും, ഒരു ആശ്രയിക്കാൻ ഒരിടവും ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കെ അവൾ ഉറക്കെ നിലവിളിക്കുകയാണ്. കാരണം ആ സാഹചര്യത്തെ എങ്ങനെയെങ്കിലും തരണം ചെയ്യേണ്ട ഒരു അവസ്ഥ. ആ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് ആ പൈതലിന്റെ നിലവിളി ദൈവം കേട്ട് ആ മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുന്നത്. ഞാൻ പറയും, അതാണ് തകർന്ന ഹൃദയം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, തരണം ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാനും എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയെല്ലാം പല സാഹചര്യങ്ങളെയും നേരിട്ടിട്ടുണ്ട്. എനിക്ക് പരിഹരിച്ചു കിട്ടണമെന്ന്, എല്ലാം നേരെയായി പോകണമെന്ന്, എല്ലാം സമാധാനത്തോടെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ ഞാൻ പലപ്പോഴും എൻ്റെ ഇന്നബിലിറ്റി, എൻ്റെ പ്രാപ്തിക്കുറവ്, അത് പരിഹരിക്കാനുള്ള സ്വാധീനങ്ങളൊന്നും ഇല്ലാത്ത, യാതൊരു മാനുഷികമായ ബലവും പിൻബലവും ഇല്ലാത്ത സാഹചര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ ഇന്ന് നിങ്ങളോടെല്ലാം പറയും, ദൈവസന്നിധിയിൽ ഏകാന്തതയിൽ ഇരുന്ന് കരഞ്ഞ ഒട്ടേറെ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കും, ഹൃദയം തകർന്നു പോകുന്ന അനേക അനുഭവങ്ങളിലൂടെ കടന്നുപോയ സമയത്തെല്ലാം എനിക്ക് ഇന്ന് അനുഭവത്തോടെ പറയാൻ കഴിയും, കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ജീവനുള്ള ദൈവം മരുഭൂമിയിൽ തുറന്നു തന്ന ഉറവുകൾ, ദൈവം മരണത്തെ മാറ്റിവിരിച്ച രംഗങ്ങൾ, ദൈവം കരുതിയ വഴികൾ, ദൈവം തുറന്ന വാതിലുകൾ, ദൈവം കേൾപ്പിച്ച ആശ്വാസ ശബ്ദങ്ങൾ, ദൈവം അയച്ചു തന്ന തൻ്റെ ജീവനുള്ള വചനം, ദൈവം ചാരുവാൻ തക്കവണ്ണം തൻ്റെ മാർവിടം തനിക്ക് തന്ന അനേക അവസരങ്ങൾ ഞാൻ ഓർക്കും. ഒരു മനുഷ്യനെന്ന് ബേർശേബ മരുഭൂമിയിലൂടെ പോയപ്പോൾ നാം വായിക്കുന്നുണ്ട് യാക്കോബിനെ കുറിച്ച്, അവന് തലയിണയായി വെക്കുവാൻ കിട്ടിയത് ഒരു പരുവരുത്ത കല്ലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും തലയിണയാക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഒരു പരുവരുത്ത കല്ല്. പക്ഷെ ആ പരുവരുത്ത കല്ലിന്മേൽ കണ്ണുനീർ മുഖം അമർത്തി ഏങ്ങലടിച്ചു വിതുമ്പിക്കൊണ്ട് ആ ഏകാന്ത സ്ഥലത്ത് യാക്കോബ് നിലവിളിച്ചു. അവിടെയും യാക്കോബിന്റെ കഴിവില്ലായ്മകൾ നാം കാണുന്നുണ്ട്. തനിക്ക് ആ സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്രാപ്തി ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ആ പരുവരുത്ത കല്ലിന്മേൽ തല അമർത്തി വെച്ചുകൊണ്ട് യാക്കോബ് ഉറക്ക നിലവിളിക്കുമ്പോൾ
അവൻ്റെ കണ്ണ് എപ്പോഴും അടഞ്ഞുപോയി. ഒരിക്കലും ഉറങ്ങാൻ പറ്റാത്ത ആ കല്ലിന്മേൽ തലവെച്ച് ഉറങ്ങാനുള്ള ഒരു ദൈവകൃപ യാക്കോബിന് കൊടുത്തു. ജീവിതത്തിൽ ഒരിക്കലും നമ്മെ ഉറങ്ങാൻ സഹായിക്കാത്ത, ഒരിക്കലും നമ്മുടെ ഉറക്കം അനുവദിക്കാത്ത ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ, പരിവരുത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒന്ന് മയങ്ങാൻ നമുക്ക് സാധിക്കാത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ശാന്തമായ ഉറക്കം തരും. എന്തിനാണെന്നറിയാമോ? ഒരു ഒരു കാഴ്ച നമ്മെ കാണിക്കുവാൻ സ്വർഗത്തിലെ ഒരു ഗോവണി നമ്മുടെ അരികത്ത് ചാരിയിട്ടുണ്ട്. ദൂതന്മാർ അതിൽ കൂടി കയറുന്നതും ഇറങ്ങുന്നതും യാക്കോബ് ആ സ്വപ്നത്തിൽ കണ്ടു. നാം ആരുമില്ലെന്ന് വിചാരിക്കുന്ന സമയത്ത് തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും കടന്നു വരുന്ന ജീവനുള്ള ദൈവം. ഞാനിനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, തകർന്ന ഹൃദയത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. റോമർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, നിർജീവമായ തൻ്റെ ശരീരവും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന്. കാരണം അബ്രഹാമിൻ്റെ ഒരു കൊതിയായിരുന്നു സാറയിൽ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു. നിനക്ക് കടൽക്കരയിലെ മണൽ പോലെ മക്കളെ ഉണ്ടാകും, നിനക്ക് മക്കൾ ജനിക്കുമെന്ന് ദൈവത്തിന് അബ്രഹാമിനോടുള്ള വാഗ്ദത്തമായിരുന്നു. പക്ഷെ വർഷങ്ങൾ ഈ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം മുന്നോട്ട് പോയി. പക്ഷെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാം തൻ്റെ കണ്ണിൽ കാണുന്നത് നിർജീവമായിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ശരീരമാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, തൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വവും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവ അവസ്ഥയും അബ്രഹാം അറിഞ്ഞിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ വിശ്വാസം തളർത്തുന്ന, വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിറകോട്ട് ആക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരും. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തനിക്ക് ദൈവം തന്ന വാഗ്ദത്തം നിവർത്തിക്കപ്പെടാനുള്ള 2 ഉപാധികളായിരുന്നു തൻ്റെയും സാറയുടെയും ശരീരം എന്ന് പറയുന്നത്. പക്ഷെ അബ്രഹാം നോക്കുമ്പോൾ തൻ്റെ ശരീരം നിർജീവമായിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞിനെ പേറാനുള്ള സാറയുടെ ഗർഭപാത്രത്തിൻ്റെ ബലവും നിർജീവമായിക്കൊണ്ടിരിക്കുമ്പോഴും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതവന് നീതിയായി കണക്കിട്ടു. അതാണ് ഒരു തകർന്ന ഹൃദയം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം ഈ ഇമ്പോസിബിലിറ്റീസ് കാണുമ്പോഴും സകലത്തെയും പോസിബിൾ ആക്കുന്ന, എല്ലാം സാധ്യമാക്കുന്ന, എല്ലാം നമുക്ക് അനുകൂലമായി നിന്ന് പ്രവർത്തിക്കുന്ന, നമ്മെ ദൈവികമായൊരു സമർപ്പണത്തിലേക്ക് നയിക്കാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളുടെ കടന്നുകയറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന, വിശ്വസിക്കുന്ന ഒരനുഭവമാണ് ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തകർന്നതും നുറുങ്ങിയുമായൊരു ഹൃദയം. എനിക്ക് ഒരു കാര്യം നിങ്ങളോട് അനുഭവത്തോടെ പറയാനുള്ളത്, നാം എത്ര വചനം കേട്ടാലും ദൈവത്തിന് സ്തോത്രം, സ്വന്തമായി യേശുവിനെ അള്ളിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും എനിക്ക് ഒരു ഉടമസ്ഥനുണ്ടെന്നുള്ള എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ബന്ധം, ഒറ്റയ്ക്ക് ദൈവസന്നിധി ചെന്ന് എല്ലാ കാര്യങ്ങളും ധൈര്യത്തോടെ പറയാനുള്ള ഒരനുഭവം. അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്, അന്ന് എസ്തർ രാജ്ഞി രാജാവിൻ്റെ തിരുസന്നിധിയിൽ അവൾ ഒരുങ്ങി, അവൾ വസ്ത്രം ധരിച്ച് അവൾ ഒരുങ്ങി ആ രാജാവ് ഇരിക്കുന്ന, തൻ്റെ ഭർത്താവായ അഹശ്വേരോശ് ഇരിക്കുന്ന ആ സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ നേരെ ചെന്ന് രാജാവ് നോക്കിയാൽ കാണാൻ തക്കവണ്ണം ഒരുങ്ങി അവൾ അവിടെ ചെന്ന് നിന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിന് എസ്തേറിനോട് പ്രീതി തോന്നിയിട്ട് തൻ്റെ പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതൊരു സ്ഥായിയായ അനുഭവമായിരിക്കണം. പ്രത്യേകിച്ച് എനിക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങൾ നമുക്ക് അനേകർക്കുണ്ട്. ഒട്ടും നല്ലതല്ലാത്ത, സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത ഒരുപാട് സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ട് നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, ഞാൻ ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കുമ്പോൾ എന്നെ കാണുന്ന ദൈവത്തിന് എന്നോട് പ്രീതി തോന്നിയിട്ട്, അന്ന് അഹശ്വേരോശ് രാജാവ് എസ്തേറിൻ്റെ നേരെ പൊൻചെങ്കോൽ നീട്ടിയതുപോലെ ആ പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടിയപ്പോൾ എസ്തേർ ആ പൊൻചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. തൊട്ട സമയം എസ്തേർ കേട്ട ഒരു ശബ്ദമുണ്ട്, നിന്റെ അപേക്ഷ എന്ത് എന്ന്. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പമാണ് നമ്മെ പ്രാർത്ഥനയിലേക്കും
ദൈവവചന ശുശ്രൂഷകളിലേക്കും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിലേക്കും എൻ്റെ ദൈവം ദുഃഖിക്കുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നുള്ളൊരു സമർപ്പണത്തിലേക്കും നമ്മെ നയിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം ഒരാളുമായിട്ട് മിണ്ടുമ്പോൾ പറഞ്ഞു, ഒരിക്കലും അനന്യാസും സഫീറയും ഒറ്റക്കെട്ടായി നിന്നതുപോലെ വിശ്വാസികളായ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ അങ്ങനെ നിൽക്കരുതെന്ന്. ഞാൻ അല്പം പകച്ചുപോയി, എന്താണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭർത്താവ് നിലത്തിൻ്റെ വിതയിൽ പാതി എടുത്തു വെക്കാമെന്ന് ഭാര്യയോട് ആലോചന ചോദിച്ചപ്പോൾ ഭാര്യ ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ അവൾക്ക് ദൈവികമായ പരിജ്ഞാനം വേണമായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇരുവരും ദൈവസന്നിധിയിൽ പട്ടുപോകാൻ കാരണമാകുമെന്ന്. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഭർത്താവിന് തക്കതായൊരു തുണിയായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തകർന്ന ഹൃദയത്തോടെ ഞാൻ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ ഇവിടെ കുടുംബമായി നിൽക്കുന്ന ഓരോരുത്തരോടും പറയും, ജീവിതത്തിൽ ക്രിസ്തുവിനെ അള്ളി പിടിച്ചു നിന്നാലേ കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും തെറ്റിനെ തെറ്റെന്നും നല്ലതിനെ നല്ലതെന്നും പറയാൻ ഉള്ള ദൈവിക പരിജ്ഞാനം നമുക്ക് കൂടിയേ തീരൂ. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, തെറ്റായ പല തീരുമാനങ്ങൾക്കൊപ്പം നാമും തെറ്റായ തീരുമാനത്തിലൂടെ നയിക്കപ്പെടുകയും ഇരുവരും ദൈവസന്നിധിയിൽ ഒരേ സമയം ഒരേ ദിവസം അവർ ദൈവിക സഭയുടെ മുമ്പാകെ, വിശുദ്ധന്മാരുടെ മുമ്പാകെ, ദൈവമക്കളുടെ മുമ്പാകെ, ആദിമസഭയുടെ മുമ്പാകെ പട്ടുപോയതുപോലെ തകർന്ന ഹൃദയമില്ലാത്തതുകൊണ്ട്, വിശ്വസിക്കുന്ന ഹൃദയമില്ലാത്തതുകൊണ്ട്, ദൈവത്തിലുള്ള ആശ്രയമില്ലാതിരുന്നതുകൊണ്ട് ആ ഒരു കുടുംബം ഒരു ദിവസം അവർ ഒരു കുടുംബം മുഴുവനും ദൈവസഭയുടെ മുമ്പാകെ പട്ടുപോയി. ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നു, ദൈവവചനത്തിന് മുമ്പാകെ നിന്നപ്പോൾ ഒരു വലിയ ഭയത്തോടെ, വലിയ ബഹുമാനത്തോടുകൂടെ, ദൈവിക തേജസ്സിനെ വളരെ അധികം പ്രത്യാശയോടുകൂടെ കാത്തുകൊണ്ട് ദൈവവചനത്തിന് മുൻപാകെ കടന്നു വന്ന അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു തകർന്ന ഹൃദയം പ്രാപിച്ചുകൊണ്ട് ഒരു വലിയ തേജസ്കരണത്തിലേക്ക് നാം കടന്നു ചെല്ലണം. എന്ന് വെച്ചാൽ നാം എത്ര ഇരുട്ട് ബാധിതമായ സാഹചര്യത്തിൽ ജീവിച്ചാലും ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മുടെ മേൽ പ്രകാശിച്ചിട്ട് ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നാം സൗന്ദര്യമുള്ളവരായി തേജസ്കരിക്കപ്പെട്ടവരായി തീരണമെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി ഞാൻ ഓർത്തിട്ടുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൾ ഉപയോഗിക്കുന്ന പൗഡറിൻ്റെയോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വിശേഷമായ സുഗന്ധ വസ്തുക്കളുടെയോ വിലക്കൂടിയ വസ്ത്രങ്ങളുടെയോ ഒന്നും പ്രൗഢിയല്ല ഒരു സ്ത്രീയുടെ മുഖശോഭ എന്ന് പറയുന്നത്. മറിച്ച് എന്നും ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ യൗവനപ്രായം മുതൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാൻ എല്ലായിടത്തും എല്ലാവരെക്കാളും സൗന്ദര്യം കുറഞ്ഞോളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഓർക്കും, എൻ്റെ മുഖത്തിന് ക്രിസ്തുവിൻ്റെ കണ്ണുമായിട്ട് എന്നും മുഖാമുഖം കാണുമ്പോൾ മുഖത്ത് തരുന്ന ഒരു സ്വർഗീയ തേജസ്സുണ്ട്, ദൈവം തരുന്ന ഒരു സ്വർഗീയ സൗന്ദര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഒരു കാര്യവുമല്ല നമുക്ക് മുഖശോഭ നൽകുന്നത്. നിരന്തരം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് എന്നും കണ്ണു നടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ആശ്രയബോധത്തോടുകൂടെ, തകർന്ന ഹൃദയത്തോടുകൂടെ, ജീവിതത്തിൻ്റെ എല്ലാ കഴിവില്ലായ്മകളും പ്രാപ്തിക്കുറവും മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് എന്നും നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു തകർന്ന ഹൃദയത്തിൻ്റെ ഉടമ അവൾ സൗന്ദര്യവതിയായിരിക്കും, അവൾ വളരെ സുന്ദരിയായിരിക്കും. നമുക്ക് ഈ കാര്യങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ദാഹത്തോടെ ദൈവത്തോട് പറയാം, കർത്താവെ, അബ്രഹാമിന് കൊടുത്ത തകർന്ന ഹൃദയം, ഹാഗാറിന് കൊടുത്ത തകർന്ന ഹൃദയം, യാക്കോബിന് കൊടുത്ത തകർന്ന ഹൃദയം, ഹന്നയ്ക്ക് കൊടുത്ത തകർന്ന ഹൃദയം കർത്താവെ ഞങ്ങൾക്കും തന്ന്, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ മുന്നിലുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ക്രിസ്തുവിൻ്റെ സൗന്ദര്യം, ക്രിസ്തുവിൻ്റെ ആശ്രയം കൊണ്ട് കർത്താവെ, ഒരു തകർന്ന ഹൃദയത്തിൻ്റെ ഉടമയായി ക്രിസ്തുവിൻ്റെ പാദത്തെ അള്ളിപ്പിടിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.